അപ്പോഴത്തെ വയനാട്ടിൽ കാപ്പി പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ കാണാൻ പറ്റി. മുൻപ് കാപ്പിപ്പൂവൊക്കെ ഉണങ്ങി നിൽക്കുന്നതും കാ പറിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ താമസിച്ച് പൂത്ത കാപ്പി ഇപ്പോൾ കാണാൻ പറ്റി. പലയിടത്തും കാപ്പിക്കുരു ഉണങ്ങുന്ന സമയമാണ്. പക്ഷേ ഈ തോട്ടത്തിൽ മാത്രം കാപ്പി പൂത്ത് നിൽക്കുന്നൊരു കാഴ്ച കാണാൻ പറ്റി. നല്ല രസമുണ്ട് കാണാൻ, നല്ല മണവുമുണ്ട്. ഇനി ഈ കാപ്പിക്കുരുവിന് നല്ല ഗുണം കൂടി കിട്ടിയാൽ മതി. പക്ഷേ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനലായി. അതുകൊണ്ട് എല്ലാവരും സ്പ്രിങ്ക്ലർ വെച്ച് കാപ്പിത്തോട്ടം നനയ്ക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിരുന്നു. അപ്പോൾ നല്ല സൂപ്പറായിട്ട് ഒരു വലിയ തോട്ടമാണ്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ആ തോട്ടത്തിൻ്റെ കാഴ്ചകൾ ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. മേപ്പാടിയിലേക്ക് പോകുന്ന, അമ്പലവയലിൽ നിന്നും മേപ്പാടിയിലേക്ക് പോകുന്ന വേളയിലാണ്. നമുക്ക് ദുരന്തങ്ങളുണ്ടായ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മുടെ യാത്രയിലേക്ക്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ മേപ്പാടിയിലേക്കുള്ള യാത്രയിൽ വരുന്ന വഴിയിൽ കണ്ട ഒരു സ്ഥലമാണ്. നമ്മുടെ ഗോപ്രോയുടെയൊക്കെ ബാറ്ററി തീർന്നുകൊണ്ടാണ് അതിലെടുക്കാൻ പറ്റാഞ്ഞത്. നിറയെ കവുങ്ങും തോട്ടങ്ങളുള്ള ഒരു സ്ഥലം. പക്ഷേ ആ ഇറങ്ങി ഈ നിരന്ന പ്രദേശത്തോട്ട് വന്നപ്പം വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എടുക്കാൻ മൊബൈലില്ലാതായിപ്പോയി. മൊബൈൽ വണ്ടിയിൽ റൂട്ട് മാപ്പ് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴത്തെ നിറയെ ഇല്ലിക്കൂടും പാടശേഖരവും ഇത് നമ്മുടെ താമരക്കുളമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. താഴെ താമരയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാരാപ്പുഴ എന്ന് പറയുന്ന ഒരു പുഴയാണ് ഇവിടെ ഒഴുകുന്നത്. കോട്ടയത്തും ഉണ്ട് കാരാപ്പുഴ. അപ്പോഴത്തെ ഈ പുഴയിൽ നന്നായിട്ട് വെള്ളമുണ്ട് കേട്ടോ, നല്ല ഊറ്റുണ്ട്. ആമ്പലുണ്ട്, ചുവന്ന ആമ്പലുകൾ ധാരാളമുണ്ട്. അപ്പോൾ ഇത് കാണാൻ നല്ല രസമാണ്. അതുകൊണ്ടാണ് ഇറങ്ങി വീഡിയോ എടുത്തത്. സൂര്യൻ അസ്തമിക്കാറായി. ഇതാ പുഴയും പാടവും എല്ലാം കൂടി ചേരുന്നൊരു ഭാഗമാണിത്. ഇത് മണ്ണിട്ട് പൊക്കിയിരിക്കുകയാണ് റോഡ് പണിയാൻ വേണ്ടി. അപ്പോൾ അത് പകുതി ഭാഗം ഒരു കായൽ പോലെയാണ് കിടക്കുന്നത്. പുഴ അവിടെ നിന്ന് വന്ന് ഒഴുകി ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല കാഴ്ച വയനാട്ടിൽ കിട്ടിയപ്പോൾ എടുത്താണ്. ഈ റോഡ് കണ്ടോ, പളുങ്ക് പോലെ കിടക്കുന്ന റോഡ്, കിലോമീറ്ററുകൾ കിടക്കുന്ന റോഡ്, പളുങ്ക് പോലെ. ഇത് കണ്ടോ, ആ ഇറക്കിറങ്ങി വന്നപ്പോഴത്തേനുമാണ് ആ മനോഹരമായ കാഴ്ച കണ്ടത്. ഇറങ്ങിയപ്പോഴത്തേനും ഓർത്ത് ഇത്രയും മനോഹരമാണെന്ന് വിചാരിച്ചില്ല. പക്ഷേ വാഴത്തോപ്പും ചെറിയ കൃഷിസ്ഥലങ്ങളും ആൾക്കാരുടെ താമസ സ്ഥലവും ഒക്കെ ചേർന്ന കാരാപ്പുഴയുടെ തീരമാണിത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അതിന് മുകളിലൊരു സാധനം ഇല്ല എനിക്ക് പറയാൻ. ഇത് പാടശേഖരമാണ്, കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന പാടം. ഇനി പിള്ളേരുടെ ഫുട്ബോൾ ഗ്രൗണ്ടും ക്രിക്കറ്റ് ഗ്രൗണ്ടും ഒക്കെ ആയിരിക്കും ഈ പാടശേഖരം. കുറച്ച് ഭാഗമൊക്കെ കൃഷി ഇല്ലാതെ കിടപ്പുണ്ട്. ഇത് മണ്ണിട്ട് ഉയർത്തിയിട്ട് റോഡുണ്ടാക്കിയതാണ്. അപ്പോൾ അടിപൊളി കാഴ്ചകൾ. ഒരു കാറ് പുറകോട്ട് വരുന്നുണ്ട്. അപ്പോഴത്തെ നമ്മൾ വരുന്ന വഴി കണ്ട ആ പുഴയാണ് ഈ ഒഴുകി വരുന്നത്. നമ്മൾ അവിടുന്ന് ആ വലത്തെ ഭാഗമാണ് കണ്ടത്. ഇപ്പോഴത്തെ ആ പുഴയുടെ ഫുൾ ഭാഗവും പിന്നെ നമുക്ക് ആ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ വന്ന മലനിരകളാണ് ആ കാണുന്നത്. ആ ഭാഗത്തൂടെയൊക്കെയാണ് നമ്മൾ കറങ്ങി അടിച്ച് ഈ ഏരിയയിലെത്തിയത്. അപ്പോഴത്തെ വളരെ മനോഹരമായ പുഴയുടെ ഭാഗമൊക്കെ കണ്ട് ആമ്പലൊക്കെ കണ്ട് നമ്മൾ യാത്ര തുടരുകയാണ്. സൂര്യൻ അസ്തമിക്കാറായി. അപ്പോൾ വിശാലമായൊരു നദി ഒഴുകി വരുന്നതൊക്കെ നമുക്ക് കാണാം.
അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇന്ന് മേപ്പാടിയാണ് ലക്ഷ്യം. മേപ്പാടിയിലെത്തുമെന്നാണ് വിചാരിക്കുന്നത്. ഏകദേശം 10 കിലോമീറ്റർ ഇനി മേപ്പാടിക്കുണ്ട്. അപ്പോൾ മേപ്പാടിയിലേക്ക് അങ്ങനെ നമ്മൾ മേപ്പാടിയിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ തേയിലത്തോട്ടങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ തേയിലത്തോട്ടങ്ങളാണ് കാണുന്നത്. സൂര്യനൊക്കെ അസ്തമിച്ചു. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തേയിലത്തോട്ടത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ താഴെ കവുങ്ങ് കാപ്പിത്തോട്ടങ്ങളാണ് നമ്മൾ ഹൈ റേഞ്ചിൽ കാണുന്ന പോലെ. ഹൈ റേഞ്ചിൽ ഉള്ള എല്ലാ കൃഷികളും ഇവിടെയും ഉണ്ട്. അപ്പോൾ തേയിലത്തോട്ടമാണ് എൻ്റെ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ നാളെ പകലുള്ളപ്പോൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ കാഴ്ചകൾ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സൂര്യൻ അസ്തമിച്ചു. മുമ്പിൽ വലിയ മലനിരകളൊക്കെ കാണാം. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നാളെ പകലുള്ളപ്പോൾ നമുക്ക് കാണാൻ പോകാം. അപ്പോൾ നമ്മൾ മേപ്പാടിയിലേക്ക് എത്തുകയാണ്. ഇനി ഒരു 5 കിലോമീറ്റർ കൂടെ ഉള്ളൂ മേപ്പാടി. അവിടെയായിരിക്കും ഇന്ന് എൻ്റെ സ്റ്റേ. അത് കഴിഞ്ഞ് നാളെ മേപ്പാടിയുടെ കാഴ്ചകളും കവളപ്പാറയുടെ കാഴ്ചകളിലേക്കുമാണ് നാളെ പോകുന്നത്. അപ്പോൾ ശരി, ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ. അപ്പോൾ മേപ്പാടിയിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആദ്യമായിട്ട് നമ്മൾ ഈ ഭാഗത്ത് തേയിലത്തോട്ടം കാണുന്നത്. ഇടുക്കിക്ക് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ തേയിലത്തോട്ടം കാണുന്നത്. അപ്പം മേപ്പാടി ഭാഗത്തേക്ക് ഇനി 5 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ ഈ സായാഹ്നത്തിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു തേയിലത്തോട്ടം കിട്ടിയിരിക്കുകയാണ്. നല്ല കളറിങ്ങൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ മൊത്തം പൊടിയാണ്. റോഡ് പണി നടക്കുകയാണ്. റോഡ് പണിയല്ല, പൈപ്പ് ലൈൻ്റെ വർക്കാണ്. ജലനിധിയുടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ്റെ വർക്ക് നടക്കുകയാണ്. അതുകൊണ്ടാണ് മൊത്തം പൊടിയായിട്ടിരിക്കുന്നത്. പിന്നെ വൈകുന്നേരത്തെ ആ സൂര്യകിരണങ്ങൾ കൊണ്ടാണ് ഒരു ഗും ഇല്ലാത്തത്. അപ്പോൾ കാറ്റാടി മരങ്ങളൊക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു നല്ല തേയിലത്തോട്ടം. കമ്പനിയുടെ പേര് താഴെ ഉണ്ടായിരുന്നു, പക്ഷേ സൈക്കിൾ അവിടെ നിർത്താനുള്ള ഒരു മാർഗ്ഗവും ഇല്ലാതായിപ്പോയി. അപ്പോൾ സൂര്യനൊക്കെ അസ്തമിച്ചു. നമ്മൾ നേരെ മേളിലൊരു അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഏതാ അമ്പലം എന്നറിയില്ല, പോയി നോക്കാം. അപ്പോൾ കൽപ്പറ്റ ഞാൻ വന്നതാണ്. നമ്മുടെ മേപ്പാടിയിൽ നിന്നും കൽപ്പറ്റയിലേക്ക് വന്നു. ഈ സിറ്റി സൈക്കിൾസിലാണ് നമ്മൾ ബ്രേക്ക് ഷൂ ഒക്കെ മാറിയത്. സൈക്കിളിൻ്റെ ബ്രേക്ക് ഷൂ എല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ സ്റ്റാൻഡ് മാറ്റിയപ്പോഴത്തേനും അതിൻ്റെ അലൈൻമെൻറ്റ് സെറ്റായില്ല, അതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈക്കിള് ഇന്ന് വാഷ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ, നടക്കത്തുള്ളൂ. കാരണം ഇന്ന് പോകുന്ന ഏരിയയൊക്കെ ആനശല്യമുള്ള ഏരിയയിലോട്ടാണ് ഞാൻ കയറി പോകുന്നത്. അതുകൊണ്ട് രാവിലെ തന്നെ നമുക്ക് പോകേണ്ടി വരും. അതുപോലെ തന്നെ ചമ്പ്ര പീക്ക് ഒന്ന് കാണണമെന്നുണ്ട്, പക്ഷേ അവിടുത്തെ റേറ്റിംഗ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. റേറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ കയറുന്നില്ല, റേറ്റ് കുറവാണ് എങ്കിൽ നമുക്ക് കയറാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ മറക്കണ്ട, സിറ്റി സൈക്കിൾസ് ഇവർ വളരെ കാര്യമായിട്ട് നമുക്ക് സഹകരിച്ചു. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ആശാൻ. അപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതൊന്ന് പെയിൻ്റ് അടിക്കണം. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് നാളെ യാത്ര തുടരാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, നമുക്ക് നേരെ തിരിച്ച് മേപ്പാടിയിലേക്ക് പോവാം. അവിടെയാണ് നമ്മുടെ കുഞ്ഞിയെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ കൽപ്പറ്റ ടൗണിൻ്റെ ബൈപ്പാസ് ലൈനാണിത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൽ ഒരു പ്രാവശ്യം വന്നതാണ്, പക്ഷേ നമുക്ക് പോകേണ്ട വഴി വേറെ റൂട്ടായതുകൊണ്ട് മലയോര മേഖലയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ പോകേണ്ട റൂട്ടുകൾ ചിലപ്പോൾ ഒരു സിറ്റിയിലോട്ട് വന്നിട്ട് അടുത്ത സെക്ഷനിലേക്കാണ് പോകേണ്ടി വരുന്നത്. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളേ ഉള്ളൂ, സൈക്കിളിലായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് മേപ്പാടിയിലേക്ക് പോവാം. ആ മരത്തിൽ ഒരു മലയണ്ണ ഇരിപ്പുണ്ട്. അതിനിപ്പോൾ കുടുകുടുന്ന് ഒച്ച വെച്ചിട്ട് ഇപ്പുറത്തെ മരത്തിലോട്ട് ചാടി. ഞാൻ ക്യാമറ എടുക്കുന്നത് കണ്ടപ്പോൾ കുട്ടുന്നൊരു വെച്ച് രണ്ട് അവിടെ ആ പ്ലാവലിരിപ്പുണ്ട്. ചക്ക പറിച്ച് തിന്നുവാന്ന് തോന്നുന്നു. ആണ്ടാണ്ട് ചാടി മരം കുലുക്കി താഴോട്ട് വരുന്നുണ്ട്. ആ അടിപൊളി, അവൻ ചാടി കളിക്കുക അവിടെ കിടന്നു. ആ സിംഗിളാണവൻ, സിംഗിൾ. ഇങ്ങോട്ട് പോയി, ഏയ് ഇങ്ങോട്ട് പോയി.
അവൻ സിംഗിളായിട്ട് അതിൽ നടക്കുകയാണ്. ഇതുണ്ട്, ആ മുകളിൽ കാണുന്ന പ്രദേശമൊക്കെയാണ് ആദ്യമായിട്ട് ഉരുൾ പൊട്ടിയത്. അവിടെ നിന്നാണ് വെള്ളം കുത്തിയൊലിച്ച് ഇങ്ങോട്ട് വരുന്നത്. ഇതിൻ്റെ പുറകിലായിരുന്നു ആ മസ്ജിദ്. ആ ഒരു പോക്കോയിൽ കാണുന്ന ഭാഗം, ഫാക്ടറിയുടെ ഭാഗത്തായിരുന്നു മസ്ജിദ് ഉണ്ടായിരുന്നത്. ആ പ്രദേശം മുഴുവനാണ് ഇങ്ങോട്ട് എടുത്തു പോകുന്നത്. ഇവിടുന്ന് ഒരു 100-150 മീറ്റർ അപ്പുറത്ത് ഈ സ്കൂളിൻ്റെ പുറകു ഭാഗം വലിയൊരു സ്കൂളായിരുന്നു കേട്ടോ. ഒരു പ്രദേശം മുഴുവൻ ആ സ്കൂള് തകർന്നു കിടക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രദേശമൊക്കെ, ഇതിൻ്റെ അടിയിലൊക്കെ ആൾക്കാരുടെ ശവശരീരം കിടക്കുന്നതുകൊണ്ട് ബോഡി പാർട്സ് ഉണ്ട്. അതാണ് ഇങ്ങോട്ട് ആരെയും കടത്തിവിടാതെ നിയന്ത്രിച്ചിരിക്കുന്നത്. അപ്പോൾ ശരി, നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ബെയിലി പാലത്തിലൂടെ നമ്മൾ പതിയെ നീങ്ങുകയാണ്. പുതിയൊരു പാലം വരുന്നിടം വരെ ആളുകൾക്ക് ഇതാണ് ഉപയോഗത്തിന് പറ്റുന്നത്. പുതിയൊരു പാലം പണി ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ബെയിലിപ്പാലം വെച്ച് കഴിഞ്ഞാൽ പിന്നെ താൽക്കാലിക പാലം തീരുന്നിടം വരെ ഇത് ഒടിഞ്ഞു വീണാലേ അടുത്ത പാലം ഉണ്ടാക്കത്തുള്ളൂ. അതാണ് അവസ്ഥ. അപ്പോൾ ശരി, നമ്മളിപ്പത്തോട്ട് എത്തിയിട്ടുണ്ട്. പിന്നീട് അടുത്തോട്ട് ചെല്ലണം. ഇവിടെ വരുന്ന പലരും ടൂറിന് വന്ന പോലെ ഇറങ്ങി നിന്നിട്ട് നടുക്കോട്ടങ്ങ് പോവുകയാണ്. ഇവിടുത്തെ നാട്ടുകാരൊക്കെ വന്ന് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് ടൂറിന് ഇറങ്ങിയ പോലെ. പുഴയും നീന്തി കിടന്ന് അക്കരെ പോയി അമ്പലത്തിൻ്റെ പ്രധാന ഏരിയയിലൊക്കെ കയറി ചുമ്മാ ചവിട്ടി നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ചൊരു ബോധം. ഇന്നത്തെ ചൂരൽമല ഇങ്ങനെയാണ്. പണ്ട് ജനനിബിഡമായി കിടന്നിരുന്ന ഒരു സ്ഥലമാണിത്. ഈ പ്രദേശത്തെ ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ചു കൂടിയിരുന്ന സ്ഥലം. പക്ഷേ ഇവിടം തൊട്ട് ഇങ്ങോട്ടുള്ള ബിൽഡിങ്ങുകൾ മുഴുവൻ പോയി. അതുകൊണ്ട് ഇവിടെ ഒരു വലിയ ടൗണായിരുന്നു ഈ ചൂരൽമല. അപ്പോൾ അതൊക്കെ ഇന്നത്തെ പരുവം ഇതാണ്. അപ്പോൾ കാണുമ്പോൾ വരെ തന്നെ വലിയ സങ്കടമാണ്. എന്നും നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ സന്ദർശിക്കാനായിട്ട് വരുന്നത്. ഒരു സ്മരണ നിലനിൽക്കുന്ന ഒരു പ്രദേശം. ആ പഴയ കടകളും ഒക്കെ ഇവിടെയുണ്ട്. ഈ ഗ്യാപ്പിലൂടെയാണ് അന്ന് അക്കരെയുള്ളവരെ എല്ലാം ഇങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരുന്ന. വടത്തിലും അങ്ങനെയൊക്കെയുള്ള ഇതിൽ റോപ്പിലൊക്കെ ഇങ്ങോട്ട് ആൾക്കാരെ എത്തിച്ചുകൊണ്ടിരുന്നത് ആ മരത്തിൻ്റെ അവിടുന്ന് ഈ നിൽക്കുന്ന ഭാഗത്തേക്കായിരുന്നു. അങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ ഈ ഭാഗത്തുകൂടിയാണ് ആ ആൾക്കാരെയും അവിടെ നിന്നുള്ള ബോഡിയും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ ഭാഗം അവിടുന്ന് വടം കെട്ടി ഇങ്ങോട്ട് വടം കെട്ടി, ആ മരത്തിൽ നിന്നും വടം കെട്ടി ഇങ്ങോട്ട്. ആദ്യമേ ആ മരത്തിൻ്റെ അങ്ങോട്ട് ഇവിടുന്ന് ഒരാൾ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിന്നവരുടെ ഇടയിലേക്ക് റെസ്ക്യൂവിൻ്റെ ആൾക്കാർ അക്കരെ പോയിട്ട് ആളുകളെ എല്ലാം കൊണ്ടുവരുന്ന ഒരു കാഴ്ചയുണ്ട്. അത് കഴിഞ്ഞ് ഒരു
വയ്യാത്ത ആളെ അവിടുന്ന് വടത്തിലാണ് ഇങ്ങോട്ട് വലിച്ചടിപ്പിച്ച് ഇവിടെ എത്തിച്ചത്. അതെ, ആ സുഖം. ഇപ്പോഴത്തെ ചൂരൽമലയുടെ ഒരു കാഴ്ച ഇതാണ്. ഇതുണ്ടോ, ഈ സൈഡിലത്തെ കടകൾ മുഴുവനാണ് നഷ്ടപ്പെട്ടത്. ഈ സൈഡിൽ കറണ്ടൊന്നുമില്ല. എല്ലാവരും ചെറിയ ചെറിയ ഷോപ്പുകൾ വെച്ച് കുറച്ചാളുകളൊക്കെ ജീവിക്കുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഈ കടകളൊക്കെ നിർത്തിപ്പോയതാണ്. ഇപ്പോൾ അവിടെ പോലീസ് ഒരു ഇതിട്ടിട്ടുണ്ട്. അതിലെ ആൾക്കാരെ കയറ്റി വിടുന്നില്ല. ഇവിടെ നിന്ന് എല്ലാവർക്കും കാഴ്ചകൾ കാണാവുന്നതാണ്. അപ്പുറത്തേക്ക് കടന്നു പോകണമെങ്കിൽ ഇവിടെ പാസ്സുണ്ട്. അവിടെ താമസിക്കുന്ന ആളുകൾക്കും അവിടുത്തെ തൊഴിലാളികൾക്കും വേണ്ടിയുള്ളത്. അല്ലാതെ ആരെയും കടത്തി വിടാറില്ല. ഈ സൈഡിലത്തെ നദിയോട് ചേർന്നുള്ള ഭാഗത്തെ മുഴുവൻ ഷോപ്പുകളും അടച്ചിട്ടിരിക്കുകയാണ്. മറ്റുള്ളവർ ഈ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ ഹോട്ടലും കരിക്കിൻ്റെ കച്ചവടവും പിന്നെ ചെറിയ കടകളൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ കച്ചവടമൊക്കെ നടത്തുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ ആളും ബഹളമൊന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത്. മുകളിലുണ്ടായിരുന്ന ആളുകൾ ഈ അങ്ങാടിയിൽ വന്നാണ് എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ചൂരൽമലയിലെ ആ ദുഃഖകരമായ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ആ മലയുടെ പകുതി ഭാഗത്തു നിന്നൊക്കെ ഉരുൾപൊട്ടി ഒഴുകിയത്, അതിൻ്റെ പാടുകളൊക്കെ അവിടെ കാണാം. ഇതിൻ്റെ പുറകിലാണ് പ്രധാനമായിട്ടുള്ള വലിയ മലവെള്ളപ്പാച്ചിൽ വന്നത്, ആ പുറകു ഭാഗത്ത്.